ക്രിമിനലിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല ഡാഡി? അവനെതിരായ ഒരു ചെറുവിരൽ നനക്കാൻ പോലും നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് കഴിയില്ല. കാരണം അവനെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് വളർത്തുന്നത്. ഈ എന്തും നടവെന്നൊക്കെ പറഞ്ഞാല് സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെയാ ഹൈദർക്ക്. നീ എന്നൊന്ന് ഞെട്ടിച്ചളഞ്ഞു കേട്ടാ. നീ കോർത്ത ടീമേ അല്പ വലുതായി പോയി. തൂക്കാൻ ഇവിടുത്തെ നിയമത്തിന് ഭയമായിരുന്നു, മരിക്കാൻ നിനക്കും. പക്ഷേ രണ്ടിനും മന്നാടിയാർക്ക് ഭയമില്ല. ഒരുങ്ങിയിരുന്നോ നീ? മരിക്കുന്നവരെ ഈ ബന്ധം വേർപെടുത്താൻ ആർക്കും കഴിയില്ല. ഞങ്ങളുടെ വണ്ടിനെ കുറ്റം പറയുന്നത് ആരായാലും അവര് ശാരീരികമായും മാനസികമായും എല്ലാ തരത്തിലും ഞങ്ങൾ നേരിടും. അതിപ്പോ അപ്പുറത്തെ ഗ്രൂപ്പിൽ പോയി കിടികിടി പറയണവരായാലും കൂട്ടം കൂടി കുശൂഷു പറയുന്നവരായാലും ശരി, കാല വരെ ഭിത്തി മടിയും. നിനക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിക്കൂടെ മൈക്കിളെ? 10 സെക്കൻഡിൽ പണി കഴിയുള്ളൂ. മൊത്തം പിടിയുമ്പോ ഭാര്യര് പറയും പോലെ അയാളുടെ കാലല്ലേ. ചക്കപ്പൂഞ്ഞ് പോലുള്ള ചങ്കൊക്കെ ഇത്രയുള്ളൂ. എന്നോട് ചിഹ്നം വിളിക്കാൻ നിൽക്കുമ്പോ മിനിമം വീക്കിന്റെ ചങ്ക്. നിങ്ങൾക്കായി ഭയങ്കരമായൊരു പെർഫോമൻസ് നടത്താൻ പോകുന്നു. നോക്കൂ സുഹൃത്തുക്കളെ, ഞാനും പുലി തന്നെയാണ്. അച്ഛൻ പുള്ളിപ്പുലി, അമ്മ വള്ളിപ്പുലി, അപ്പൂപ്പൻ തല്ലിപ്പുലി, പിന്നെ ഞാൻ പുലി. ടീച്ചറിന്റെ മകൻ ബിലാല് വന്നിട്ടുണ്ടെന്ന് പറയണം. മോനെ, ഈ പറഞ്ഞ മാതിരി ഒരു നാട്ടുരാജാവല്ല, ഒരൊന്നൊന്നര നാട്ടുരാജാവാ. ചങ്കുറപ്പും എല്ലുറപ്പും നിന്റെ അത്രയും മറ്റൊരുത്തനും വരില്ല. நிச்சயமா வருவேன். ஏன்னா சிங்கம் ഇപ്പൊ നീ കണ്ടോ സിംഹം വേട്ടയ്ക്കിറങ്ങുന്നത്?